എന്താ ഇവിടെ നിൽക്കണം? എത്ര പണിക്ക് പോയിട്ടേ? പണിക്ക് പോയില്ല, ഒരു മടിയേ. എടാ പണിക്ക് പോയാൽ അത് പൈസ കിട്ടൂല. അപ്പൊ ഒരു ബീഡി മേടിക്കെങ്കിലും പൈസ കിട്ടും. അറിയോ എനിക്ക്? അതിന് ബീഡി എന്തെങ്കിലും ഉണ്ടല്ലോ. ബീഡിന്റെ പിന്നെ എടാ ഈ കവയിൽ 10-25 കൊല്ലം വലിയൊരു കുണ്ടിണ്ടായി. വെട്ടിക്കൽ പരമൂന്ന് പറഞ്ഞു. ഓരോ നിറം പരിശാക്കി ആരെയെന്നറിയാം എനിക്ക്. ആരോരാളെ നിലം പരിശാക്കില്ല, അത് നമുക്കറിയാലോ. അതുപോലത്തെ ഒരു കുണ്ടായി ജീവിക്കണ്ടെങ്കിൽ അല്ല കാര്യമില്ല. 10 ആൾക്ക് ഒരു വില വേണം, 2 ആൾ അടിച്ച് നിലം പരിശാക്കണം. എനിക്ക് പറ്റോ? എടാ നിനക്കറിയോ, എന്റെ അച്ഛൻ ഈ നാട്ടിലൊരു മാതൃകാ പുരുഷനായിരുന്നു. ഈ നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ട. പക്ഷെ അച്ഛനൊരു മണ്ടൻ. എന്തിനടിച്ച? നിനക്ക് ദമയന്തി എന്ന് പറഞ്ഞൊരു പെൺകുട്ടീനെ അറിയാമോ? അറിയാമോ? എനിക്കവളെ ഇഷ്ടം. അവളെ തന്തയാണ് ഞാൻ, ചള്ളു മമ്മദൻ. നിനക്കെന്നെ അറിഞ്ഞുകൂടാത്തതാണ്. കുറെ ദിവസമായിട്ട് നീ എന്റെ പെങ്കൊച്ചിന്റെ പിറകെ നടന്ന് ശല്യം ചെയ്യണമെന്ന് ഞാൻ അറിഞ്ഞു. നടം ഇനി അവളെ പിറകെ നടന്ന് നീ കാലില്ലാണ്ട് ഇവിടെ എഴയും. ഞാൻ അവളെ പിറകെ നടക്കില്ല. അവളെ കെട്ടിയ പ്രശ്നം തീരുമോ? നിനക്ക് മോളുണ്ടാ? ഇല്ല. പെങ്ങളുണ്ടാ? ഉണ്ടാ? പെങ്ങളെ പിറകെ ആരെങ്കിലും നടന്ന് ശല്യം ചെയ്യാൻ നീ എന്തോ ചെയ്യണം? ആണല്ലോ, അതാണ് ഞാനിപ്പോ ചെയ്യേണ്ടത്. ഇവ കുറെ നാളായിട്ട് വേണ്ട ഞാൻ കൊടുത്തിട്ടുണ്ട് 2 പെമ്പിള്ളേർക്ക് വഴിയിറങ്ങി നടക്കാൻ വയ്യ. അവന് ഒരു തൊഴിലും ഇല്ലാതെ ഇങ്ങനെ രാവിലെ വീടി വലിച്ച് റോഡ് കടത്തിണ്ണയിൽ ഇരിക്കണേ. അവന് പെമ്പിള്ളേരെ പിറകെ ശല്യം ചെയ്യാൻ നടക്കണേ. എന്താണ് ഇതിന്റെ പണി? എനിക്കൊരു പണിയില്ല. ഒരു പണി കൂലില്ലാതെ കുറെ എണ്ണം ഇങ്ങനെ നാട്ടിൽ നടപ്പുണ്ട്. അതിനൊക്കെ വളം വെച്ചു കൊടുക്കാൻ കുറെ നാട്ടുകാര്. നിങ്ങളെയൊക്കെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ഇതൊക്കെ വരുമ്പോഴേ നിങ്ങൾ പഠിക്കുള്ളൂ. ഇനി എന്താണ് കണ്ടോണ്ടല്ലോ പറഞ്ഞില്ലെന്ന് കേട്ടാ എന്റെ സ്വഭാവം മാറും. കളിക്കുന്ന കുടുംബത്തിൽ പറഞ്ഞ പെമ്പിള്ളേരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ സമ്മതിച്ചില്ല. കേട്ടിക്കളം നിന്നെ ചേട്ടമ്മാ, ഇവനൊക്കെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ വീടും കൂടിയെല്ലാം കാണോ? അങ്ങോട്ട് പോണ്ട. സ്ഥലത്തിന്റെ അളവും മദ്യത്തിന്റെ അളവും എന്നും കറക്റ്റ് ആയിരിക്കണം. നിനക്ക് ഈ പെണ്ണിനെ അറിയോ? മന്മഥന്റെ മോളല്ലേ? അതെ, ദമയന്തി. തണിയൂ. മനസ്സ് സങ്കടം തോന്നിയാല് ഉണ്ണിക്കത് താങ്ങാൻ പറ്റൂല. ഈ സമയത്തീരാ ബസ് സ്റ്റാൻഡിൽ പോയാ ഞാൻ അവളെ അവിടെ ചെന്ന് കാണും. അവൾ എവിടെയാ പോന്ന് ആടൊക്കെ ഞാൻ പോയി അവളെ കാണും. പലരെയും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇവിടെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു. ഇന്ന് കടയിൽ സാധനം മേടിക്കാവുമ്പോ ഞാൻ അവളെ നോക്കിയിട്ട് നിന്നെനക്ക് ഇഷ്ടാണ്, ഞാൻ കല്യാണം കഴിച്ചോളാന്ന് പറഞ്ഞപ്പോ അവൾ എന്താ പറഞ്ഞറിയോ? പോടാ പട്ടി. എത്ര പെണ്ണുങ്ങളെ ഞാൻ നോക്കുന്നുണ്ട്, ഇന്ന് വരെ ഒരാളും എന്നെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഒക്കെ പോട്ട് പ്രശ്നമല്ലാത് പളേ ഓള അച്ഛനുണ്ടല്ല, എന്നാന്റെ പേര് മന്മഥൻ. അവൻ ഇന്ന് വന്ന് കടയിൽ 10 ആള് കൂടെ നിൽക്കുന്ന സമയത്ത് ചാകോട്ടനെ അടിച്ചോ? 10 അടി അടിച്ചോ? എനക്ക് പ്രശ്നമില്ല, അടിക്കണ. എന്താ കവിളിലടിച്ചു? നിന്നെ അടിക്കണ്ടേ? മോളോട് നീ അനാവശ്യം അടിക്കണ്ടേ? ആ പെണ്ണിന് പോയ എന്നോട് പ്രേമുണ്ടാ? നീ വൃത്തിയില്ല, നീ എനിക്ക് വിദ്യാഭ്യാസം ഉണ്ടാ? നിന്നെ അടിക്കുമ്പോ ഞാനത് അടിച്ചിട്ട് നീ തല പൊളക്കും, അറിയാ?
എന്താ എന്റെ വെള്ളവും നോക്കിട്ട് നീ എന്നോട് നീ എന്റെ വെള്ളത്ര നക്കിയിടാ. നീ എന്റെ വെള്ളം ഞാൻ വെള്ളത്ര നീക്കി. എന്റെ വെള്ളം കുടിച്ച് നിനക്ക് എന്നോട് എങ്ങനെ പറയാൻ ധൈര്യം വന്നോടാ? എന്റെ ധൈര്യം വഴി നീ എന്നെ അടിക്കാൻ പോകുന്നു. ഇവനെ ഞാൻ മാറ്റിക്കും. ഇവൻ അങ്ങോട്ട് ഞാൻ എല്ലാവരോടും പറയുന്നത് ഉണ്ണിയോടെ കളി കളി നീ എന്നെ നാട്ടുകാരോട് പറയലടാ പട്ടി. നിന്നെ ഈ ലോകം മുഴുവൻ അറിയിക്കും നീ ആരാന്നു. ഞാൻ ഫേസ്ബുക്ക് ലൈവ് ഇട്ട് നാട്ടിക്കണോ പട്ടേ. ഉണ്ണി പറയുന്നത് സത്യം സത്യമായിരിക്കും. நீ நாஸ்தி பார்த்தாட்ட பேட்டா யோர் சொன்ன என்ன திரட்டி படிச்சு நரசு பெற்ற பட்டி ராகவன் லோக சத்தா. This is too much. I will kill you, Raghava. What a nonsense you are talking, my words. யாரா சொன்னா கொண்ட மாதிரி இருக்குன்னு சொன்ன நானே ஒரு 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 பெண்ணு ஒரு സംസാരിച്ചതെന്ന് എനിക്കിട്ട് വെച്ച വെട്ടി പമ്പറ ராகவனோட தடவை சொன்னா அது உன்னை 100 தடவை சொன்ன மாதிரி. ராகவா what are your word? My children is gone. Manmatan is this bitch. I will take it back. I thought worry his stomach. What? എന്തു പറ്റി രാവട്ടോ? എന്താ രാവട്ടാ? എന്താ പറ്റാ? ചേച്ചി തല്ലിയാ? അന്ന് കടുവാ. ഉമ്പം കുടിക്കാണ്. അത് അവിടെ വെച്ചിട്ടുണ്ടോ? അതവിടെ ഇവിടെ പറ്റില്ല. അത് കുറഞ്ഞ സാധനം മേടിച്ചടിച്ചിട്ട് കരയണാണ്. എന്താണ് ചേച്ചി ഇവിടെ ഇരിക്ക്. എന്താ ഉണ്ടായത്? ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും. എന്താ കാര്യം പറ. ചേച്ചി വല്ല പ്രശ്നം ഉണ്ടാക്കിയ? പിന്നെ ആ ഉണ്ണി എന്നെ തെറി പറിച്ചിട്ട് ഓന്റെ ആ വീഡിയോ ഉണ്ടല്ലോ. ആ വീഡിയോ ഞാൻ കണ്ടാണ്. അത് അടിപൊളിയായിരുന്നല്ല. രാഘവേട്ടനെ അവനെ മെക്കിട്ട് കയറിയിട്ടല്ലേ അവൻ തെറി പറഞ്ഞത്. അതല്ല, ഓന് പ്രേമിച്ച പെണ്ണിനെ കിട്ടാഞ്ഞിട്ട് എന്റെ പേരിൽ കൊങ്കർ ചെയ്തിന്. എന്നെ കരുതി കൂട്ടിയോ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി ചീത്ത പറഞ്ഞു. നമ്മള് കാരണം ഒരാൾ രക്ഷപ്പെട്ടാ നമ്മള് സന്തോഷിക്കല്ലേ വേണ്ടത്. ഓനെ ലക്ഷക്കണക്കിന് ആള് കാണുന്നത്, എന്നെ ആരും കാണുന്നില്ല. ഇപ്പൊ അവൻ അങ്ങനെ ആയതുകൊണ്ട് നമ്മുടെ നാടിനൊരു പേരായില്ലേ. ഉണ്ണി നമ്മുടെ നാട്ടിലുള്ളതാണെന്ന് പറയാൻ നമുക്കൊരു അഭിമാനമില്ലേ? അതിന് നമുക്ക് കിട്ടില്ലെന്ന്. നമുക്ക് എന്തിനാ കിട്ടണം? ഇപ്പൊ രാഘവേട്ടനെ തെറി പറഞ്ഞ അവൻ ഹിറ്റായില്ലേ. അപ്പൊ രാഘവേട്ടനെ ആളുകൾ അറിഞ്ഞല്ല, പിന്നെന്ത് വേണം? ആളുകൾ അറിഞ്ഞ എനിക്കൊന്നില്ല, അതിനെ കൊണ്ട് കാര്യമില്ലേ? എനിക്കത് കാര്യം വേണ്ടോ? രാഘവേട്ടൻ ഇപ്പൊ വൈറലാകണം, അത്രയല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഓ രാഘവേട്ടൻ പാട്ട് പാടുവോ? ഇല്ല. ഫുഡ് ഉണ്ടാക്കാൻ അറിയാമോ? അറിയില്ല. വല്ല ആരോഗ്യ സംബന്ധമായിട്ടൊക്കെ വല്ല വീഡിയോ പറഞ്ഞു കൊടുക്കാൻ അറിയാമോ? അറിയില്ല. പിന്നെ എന്ത് കഴിവുള്ളത്? ഒരു കഴിവുമില്ല. മതിയല്ല, പിന്നെ വൈറലാകാൻ എന്ത് വേണം? രാഘവേട്ടൻ ഒരു കഴിവും വേണ്ട.
നമ്മുടെ നാട്ടിൽ കൊള്ളരാതെ നടക്കണവന്മാരെ എന്തേലും കാണിച്ച അതൊക്കെ വൈറലാണ്. നമ്മുടെ മറ്റേ ബെൽറ്റിന് അറിയൂല പയ്യൻ, അതാ ഒരു അലവലാച്ചക്ക. അവൻ എങ്ങനെ വൈറലായെന്ന് ഓർത്താണ്. അവൻ ഈ കാന്താരി മുളകും പച്ചമുളകും കൂടി അമ്മിയും ഇട്ട് അരക്കും. എന്നിട്ട് അരതൊക്കെ കൂടി വാരി ഇങ്ങോട്ട് എടുത്തിട്ട് ഷഡിയുടെ ഉള്ളിലോട്ട് ഇടും. അപ്പൊ പുകച്ചിലെടുക്കുമല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിക്കൂലേ. അത് ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കോടിക്കണക്കിന് ഫാൻസ് അല്ലേ അവന്. ഇന്നാളെന്തോ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി ലാത്തി ചാർജ് നടത്തിയാണ് ആളെ മാറ്റിയത്, നമ്മുടെ ബെൽറ്റ്. അപ്പൊ അതുപോലെ എന്തു കൊള്ളരായിക രാഘവൻ ചേട്ടൻ അറിയാം. അതങ്ങോട്ട് കാണിച്ചിട്ട് വീഡിയോ എടുത്തിട്ടാ വൈറലാണ്. പക്ഷെ മുളക് എനിക്ക് പറ്റൂല. മുളക് വേണ്ട, മുളക് വേണ്ട, വേറെ എന്തേലും ഐഡിയ ആലോചിക്കാമല്ല. നമ്മുടെ ഈ വലിയ വലിയ പരിപാടികളൊക്കെ നടക്കൂലേ, അവിടെ പോയിട്ട് ഇതിങ്ങനെ നിക്കാൻ പറ്റുമോ നടുക്ക് കയറി കുറേ സമയം? ആരെന്ത് പറഞ്ഞാലും നാണം ഉണ്ടാകരുത്, ഇങ്ങനെ അങ്ങോട്ട് നിന്നോളണം. നിൽക്കാൻ പറ്റുമോ? അതാവില്ല, മുട്ടുവേനെടുക്കും, ഭയങ്കര മുട്ടുവേനാണ്. നാട്ടുകാര് കണ്ട ഇവനെന്താണ് പ്രാന്താണെന്ന് ചോദിക്കാൻ പറ്റി എന്തെങ്കിലും പകുതി വീട് കാണിക്കാൻ പറ്റുമോ അവരിന്? അല്ലൊരു പണിയാ, സിനിമാ തിയേറ്ററിൽ കയറിയിട്ടേ പടം കഴിഞ്ഞ ആളുകൾ ഇറങ്ങൂലേ, അവിടെ നിന്ന് ഇങ്ങനെ തുള്ളാൻ പറ്റുമോ? എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് എന്തെങ്കിലും ഉളത്തരൊക്കെ ഇങ്ങനെ പറ്റുമോ? നടുവേദന മുട്ടുവേദനല്ല. അതും പറ്റൂലെങ്കിൽ പിന്നെ പാട്ട് പാടുമോ രാവേട്ടൻ? പാട്ട് പാടാൻ പറ്റൂല. മതി, അത് മതി. ഇപ്പൊ ഞാൻ വൈറലാക്കി തരാം. ഹായ് ടീമേ, ഞാനൊരു പാട്ട് പാടാൻ പോയ. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തള ശകുന്തളെ നിന്നെ ഓർമ്മ വരും. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളെ നിന്നെ ഓർമ്മ വരും. ശാരദ സന്ധ്യകൾ മരവുരി ചൊരിയുമ്പോൾ ശകുന്തളെ നിന്നെ ഓർമ്മ വരും. ആരാണ് ഈ പാട്ട്? ഒരു മൈ നെയിം ഈസ് രാഘവൻ MALT. ഡണ്ടടേ 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 ഡണ്ടടേ. ഇത് വയറ്, ഇത് വയറ്. അയ്യോ, അല്ലത് എന്താ സത്യത്തെ സംഭവം? നീ കണ്ടിട്ട് ഇപ്പൊ ഇങ്ങനെ ചിരിച്ചിട്ടില്ലപ്പോ. ഇത് തന്നെയാണ് കാര്യം. ഇത് ഇങ്ങോട്ട് തുറക്കുക, എന്നിട്ട് ഇങ്ങോട്ട് കാണുക, എന്നിട്ട് ഇങ്ങനെ ചിരിക്കുക. ഇങ്ങോട്ട് കാണിച്ചാ പോണ്. അല്ലത് എന്ത് പറയണേ? എന്താ പറയണ മനസ്സിലാവുണ്ടോ? അത് എന്തിനാ ചിരിച്ചത് നീ? ചിരിക്കല്ലാണ്ട് എന്തിപ്പോ ചെയ്യാ? ഇതന്നെയാണ് കുഴപ്പം. പിന്നെ എങ്ങനെ വ്യൂ കൂടാതിരിക്കും? ഇപ്പൊ ഞങ്ങള് വീഡിയോ ഇറക്കുന്നുണ്ട്, നിങ്ങളുടെ എല്ലാ വീഡിയോ കാണുന്ന ആളാണ് ഞാൻ. കാര്യം അല്ല, അതൊക്കെ ഓരോ കാര്യങ്ങളാണ്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഇറക്കിയ വീഡിയോ എന്ന് പറഞ്ഞ വേസ്റ്റ് എങ്ങനെ സ്വന്തം വീട്ടിൽ സംസ്കരിക്കാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതില്ലേ, അത് ഞാൻ കണ്ട്. അതൊക്കെ ആൾക്കാർക്ക് ഉപകാരമുണ്ട്. ഉപകാരമുള്ളതൊക്കെ തന്നെയാണ്. അതിന് എത്ര വ്യൂ ഉണ്ട് എന്റെ അടിയിൽ നോക്കിയോ? എത്ര ഉണ്ട്? 200 വ്യൂ. 2 ആഴ്ച മുമ്പേട്ടേനെ. ഇത് 3 ദിവസമായിട്ടേ ഉള്ളൂ, 10 മില്യൺ ആണ്. ഈ ഭ്രാന്ത് കാണാന് ഇത് എത്ര ഷെയറാ പോയത് ഒരു കണക്കൂല. അതെ പോയാ നമ്മുടെ ഓട്ടോറിക്ഷ ഓടിച്ച് നടന്നിരുന്ന ചെക്കുണ്ടല്ലോ, കൃഷ്ണകുട്ടിയേട്ടന്റെ മകനെ. സുരേഷല്ലേ? എങ്ങനെ ഓൻ കാറ് വാങ്ങിയത്? ഇതാ പരിപാടി. ഓന്റെ അച്ഛനും ഓന്റെ അമ്മയും ഓന്റെ പെങ്ങന്മാരുടെ കെട്ടിയന്മാരും പെങ്ങന്മാരും എല്ലാരും കൂടെ കൂടിയിട്ട് അടുക്കളയിലൊക്കെ നിന്നിട്ടുള്ള വൃത്തികെട്ട ഡാൻസ്. തക്കാളി എടുത്ത് എറിയ, കോഴിമുട്ടെടുത്ത് മുഖത്ത് കൂടെ വെച്ച് തേക്കുക. എന്ത് പ്രാന്തന്മാരത് കാണൂരെന്നാ ഞാൻ ആലോചിച്ച് നോക്കുന്നത്. അതേപോലെ തന്നെ ഓന്റെ ഭാര്യ പ്രസവിച്ചതിന്റെ 28. പിന്നെ കുട്ടിയുടെ പേരിടല്ലേ, തേങ്ങ മാങ്ങ വള്ള കാണല്, ഇത് ഒക്കെ വീഡിയോ ആണ്. എന്താ ഇന്നൊക്കെ കിട്ടാൻ പോണത്? കലയില്ല, കൊലയില്ല, ഒരു തേങ്ങയില്ല. എന്താ കാലായിട്ട് സുഖ? എനിക്ക് പണിയൊന്നുമില്ലേ? ഞാളങ്ങനെ ഒച്ചക്കൊന്നും മാട്ടെങ്കിൽ നിങ്ങളിപ്പോ നമ്മളെ ഉണ്ണീന്റെ കാര്യം കാണുന്നില്ലേ? ആ ഉണ്ണീന്റെ കണ്ടിട്ട് തന്നെ ഇപ്പൊ ഞങ്ങള് സംസാരിക്കുന്നത്. ഞാനും അങ്ങനെയല്ല, നമ്മളും വലിയ വലിയ നിലയിലെത്തും. അറിയോ ചങ്ങായി പണിക്ക് വണ്ടിക്ക് അങ്ങനെ വലിയ നിലയിൽ പണിക്ക് പോണവർക്ക് തന്നെ ഒരു നിലയിൽ എത്താൻ പറ്റണില്ല. മറ്റേ ഉണ്ണീന്റെ വീഡിയോ ഇല്ലേ? കണ്ടിനാ മറ്റേ ഇതല്ലേ രാഘവട്ടനെ ചീത്ത പറഞ്ഞല്ലേ? പുതിയ വേറെ ഇറങ്ങിണ്ടോ? വേറെ ഇറങ്ങിയിട്ടുണ്ട്. അത് ഈ ഉണ്ണിയോട് ആരോ പറഞ്ഞു, ഈ ആദ്യത്തെ വീഡിയോ ഉണ്ടോ, വീഡിയോ ഭയങ്കര വൈറലായല്ലോ. അപ്പൊ ഇത് വലിയ വരുമാനം ഉണ്ടാവും ആരോ. അപ്പൊ ചങ്ങായി അതിന്റെ ഇടയിൽ പിന്നെ
ഈ ഉണ്ണീന്റെ പിന്നെ അമ്മാവന്റെ മോനായിട്ടുണ്ട് ഒരു ചങ്ങ ഇല്ലേ സീരിയൽ ഇട്ട് അപ്പൊ ഈ ചങ്ങ എന്തോ പൈസക്കാരൻ വായ്പക്ക് വെച്ച് കടം ചോദിച്ചു കൊടുത്തില്ല. അപ്പൊ ഈ ചങ്ങായിട്ടുള്ള വെറുപ്പ് കൊണ്ട് ഒരു വീഡിയോ പിന്നെയും ചെയ്ത് ഈ സീരിയൽ നടനെ കുറിച്ചിട്ട് ഓനെ ചീത്ത പറഞ്ഞുണ്ട്. അതും വലിയ വൈറലായി. അത് വയറലായോ? കണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. എന്തത് ഏത് മൊയന്തോളത് ഇങ്ങനെ കാണുന്നത്? മനുഷ്യന്മാർക്ക് പ്രാന്തായിരിക്കോ? ഇവിടെ കാണിക്കൊന്നും നോട്ടെ. സത്യത്തിൽ എനിക്കൊന്നും തോന്നരുത് കേട്ടോ. അതെന്താന്ന് അറിയാൻ വേണ്ടിട്ടാണ്, അല്ലാണ്ടൊന്നല്ല. എന്താണെന്ന് അറിയാൻ വേണ്ടി. ഞാൻ കാണുന്നില്ല, എനിക്ക് കാണണ്ട. ഉണ്ടാക്കേ മാമന്റെ മോനെ, ഒരു 10,000 ഉറുപ്പ്യ നിന്നോട് ചോദിച്ചപ്പോ നിനക്ക് എനിക്ക് തരാൻ പറ്റൂലോന്ന്. നീ എന്ത് സീരിയൽ നടനടാ? നായ, നീ എപ്പടാ പിറേഷായത്? നിന്റെ അച്ഛൻ നാരാണെന്നല്ലടാ പട്ടിയിട്ട്. എന്റെ മാതിരി പേര് മാറ്റിപ്പിടിക്കാൻ നീ ജാതി മാസ്റ്റാണ് ബേട്ടാ. 10,000 ഉറുപ്പ്യ തരാൻ പറ്റാത്ത നിന്നെ ഞാൻ 10 പേരെ കൊണ്ട് പട്ടി എന്ന് വിളിപ്പിക്കും. അത് ലോകം മൊത്തം ഞാൻ ചെയ്യിപ്പിക്കും. മനസ്സായോണ പിള്ളേർ എന്ന നാരാണ. എന്തപ്പം പറയണത്? വെറുതെ ഒരാളങ്ങോട്ട് ചീത്ത അറിയാ, എന്നിട്ട് അത് കാണാൻ കുറെ ആൾക്കാരും. യൂട്യൂബ് ചാനലിന്റെ വൈറൽ പേഷ്യന്റ് എന്ന സെഗ്മെന്റിൽ ഇന്ന് എത്തിയിരിക്കുന്നത് ആരാണെന്നല്ലേ? എനിക്കും നിങ്ങൾക്കും ഒരുപാട് ഇഷ്ടമുള്ള അർക്കൽ ഉണ്ണിയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളാണ്. നേരിട്ട് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ചേട്ടാ, ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ അർക്കൽ എന്ന് പറയുന്നത് എന്താ വീട്ടുപേരാ? നോട്ട് അറക്കൽ, അറക്കൽ. ഓ, ഇങ്ങനെ മരക്കറക്കും പോലത്തെ അർക്കൽ. മറ്റുള്ളവർ റോസ്റ്റ് ചെയ്യും, ഞാൻ അറുത്തെടുക്കും. ഓ, അങ്ങനെ. അപ്പൊ ഇങ്ങനെ ഇത് ഈ വീഡിയോസ് കണ്ടിട്ട് ആൾക്കാർ വിളിച്ചതാണോ അങ്ങനെ? പ്രേക്ഷകൻ ഏറ്റെടുത്തതല്ലേ എന്നാ? ഓ, അപ്പൊ അങ്ങനെയാണ് അർക്കൽ എന്ന് വന്നത് അല്ലേ? ചേട്ടാ, എന്നാലും എനിക്ക് ഭയങ്കര അത്ഭുതമായി. എന്തിന്? അങ്ങനെയല്ല, ഇത്ര പെട്ടെന്ന് എങ്ങനെ വൈറലായത്? അത് പറഞ്ഞ കാര്യമില്ല. ഞാൻ ഒരു ഇൻട്രസ്റ്റിംഗ് സാധനം അങ്ങോട്ട് എടുക്കുമ്പോ പ്രേക്ഷകൻ അത് ഏറ്റെടുക്കും. ഏറ്റെടുക്കുമ്പോ ലോകം മൊത്തം വൈറലാവും. എന്നെ അത്രക്ക് ഇഷ്ടമാണല്ലോ. ചേട്ടന്റെ ഫാൻസ് എന്ന് പറയുന്നത് കൂടുതൽ കുട്ടികളാണല്ലോ. കുട്ടികളൊക്കെ എങ്ങനെയാ ചേട്ടൻ ഇപ്പൊ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോ ഭയങ്കര ഫാൻസ് അതെ, കുട്ടികള് ഞാനൊന്ന് പുറത്തിറങ്ങിയാല് കുട്ടികൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകും. അതെ, പിന്നെ ഇതേടാ കൊണ്ടുവന്ന് കൊണ്ടുവരുന്ന് പറയാൻ പറ്റില്ല. കുട്ടികളല്ലേ, അതെ, അവര് കളിപ്പാട്ടമായി കാണും. എന്നാ എനിക്കൊരു ആഗ്രഹമുണ്ട്. കല്യാണം കഴിക്കാനാണോ? ചേട്ടാ, ചേട്ടൻ ഇങ്ങനെ ഉപയോഗിക്കുന്ന വാക്കുകളില്ലേ വീഡിയോയില്, അത് ഇന്നൊന്ന് പഠിപ്പിച്ചു തരോ? ഒരെണ്ണം എന്നെ പഠിപ്പിച്ചു തരോ? വേണ്ട, പിന്നെ പഠിപ്പിച്ചുതരാം. അപ്പൊ നിങ്ങള് പോലെ വൈറലായ മറ്റൊരു താരമാണ് രാഘവേട്ടൻ. നിങ്ങളുടെ സുഹൃത്ത് തന്നെയായിരിക്കും, ചെമ്പരത്തി രാഘവൻ. പുള്ളിക്ക് ഇപ്പൊ ഭയങ്കര ഫോളോവേഴ്സ് ഒക്കെ കൂടിയിട്ട് ഇപ്പൊ ലക്ഷങ്ങളാണ് റെമ്യൂണറേഷൻ ഒക്കെ കൊടുത്തിട്ട് ഒരു ഫിഷ് TV, ഒരു റിയാലിറ്റി ഷോയിലേക്ക് ഈ രാഘവേട്ടനെ വിളിച്ചേക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് ചേട്ടനെ വിളിക്കാതിരുന്ന അവര്? രാഘവൻ വിളിച്ചിട്ട് ലോക്കൽ പരിപാടി ആയിരിക്കും. ആ പരിപാടിക്ക് ഈ ഉണ്ണി അറക്കലിനെ കിട്ടൂല. അപ്പൊ ചേട്ടൻ പോവാത്തതാണോ? ഞാൻ പോകൂല. വിളിച്ചിട്ടുണ്ട്, ഇഷ്ടം പോലെ വിളിച്ചിട്ട്. എന്നെ സിനിമയിൽ വിളിച്ചില്ലേ? സിനിമയിലോ? നായകൻ. സിനിമയില് നായകനാണോ? നായകൻ മാത്രല്ല, വില്ലനും ഞാൻ. അതെന്തായാലും അടിപൊളിയായി. അപ്പൊ സിനിമ റിലീസ് ആയി കഴിഞ്ഞാല് ആദ്യത്തെ ഇന്റർവ്യൂ എനിക്ക് തരണം. തീർച്ചയായും. തരോ? ഉറപ്പ്. പ്രോമിസ്? ചേട്ടൻ വിടണില്ല. സാർ, ചേട്ടൻ വിടണില്ല.